ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വാട്ടർമെലോൺ അതായത് തണ്ണിമത്തൻ അറിയാത്തവരായി ആരുമില്ലല്ലോ. തണ്ണിമത്തൻ ഇഷ്ടമില്ലാത്തവരും കഴിക്കാത്തവരായും ആരും ഉണ്ടാവില്ല. എന്നാൽ തണ്ണിമത്തൻ കറി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? വാട്ടർമെലോൺ കറി റെസിപ്പീസ് എന്ന് യൂട്യൂബ് സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് റെസിപ്പീസ് കിട്ടും. അതൊക്കെയും കൂടുതലും തണ്ണിമത്തൻ്റെ തൊലി വെച്ചുണ്ടാക്കുന്നവയാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വാട്ടർമെലോൺ ഫ്ലഷ് വെച്ചുണ്ടാക്കുന്ന ഒരു കറിയാണ്. നിങ്ങളുടെ ടേസ്റ്റ് അല്പം സ്വീറ്റ് ആൻഡ് സ്പൈസി ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കറി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 2.5 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു വാട്ടർമെലോണിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതേ പറഞ്ഞതുപോലെ നമ്മൾ ഇതിൻ്റെ തൊലി വെച്ചല്ല, ഇതിൻ്റെ ഫ്ലഷ് വെച്ചാണ്. അതായത് വാട്ടർമെലോണിൻ്റെ ഈ ചുവന്ന ഭാഗമില്ല, ഇതിന് ഫ്ലഷ് എന്നും പറയും, പിന്നെ ഇതിൻ്റെ പൾപ്പ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലഷ് വെച്ചാണ് കറി ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പകുതിയെ ഞാൻ വീണ്ടും 2 പകുതിയായി മുറിച്ച് അതിൽ ഒരു ഭാഗം നമുക്ക് ജ്യൂസാക്കി എടുക്കേണ്ടതുണ്ട്. മറ്റേ ഭാഗം നമുക്ക് തൊലി കളഞ്ഞ് വിത്തൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ ക്യൂബ്സായി മുറിച്ചെടുക്കേണ്ടതുണ്ട്. ഇതാ ഞാനിവിടെ ഈ ഒരു ഭാഗം വിത്തൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ ക്യൂബ്സായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മറ്റേ ഭാഗം ജ്യൂസ് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് എടുക്കാനായി മാറ്റി വെച്ചിരുന്ന ഭാഗം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ വിത്ത് പോലും മാറ്റാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ കറിക്ക് ആവശ്യമായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം 1.5 കപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ക്യൂബ്സ്, വാട്ടർമെലോൺ ക്യൂബ്സ് 2 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് 4 മുളകാണ്. ഞാൻ ഈ ചുവന്ന ചെറിയ മുളകാണ് എടുത്തുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നീളത്തിലുള്ള വറ്റൽ മുളക് അതെടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാര 2 ടീസ്പൂൺ, പിന്നെ റെഡ് ചില്ലി പൗഡർ 1.5 ടീസ്പൂൺ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നല്ല ജീരകം പൊടിച്ചത്, അതായത് ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കടുകാണ്. കടുക് ഞാനിവിടെ 1/2 ടീസ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കുക്കിംഗ് ക്രീമാണ്. കുക്കിംഗ് ക്രീം അഥവാ ഫ്രഷ് ക്രീം. ഞാനിപ്പോൾ ഇവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിഫൈൻഡ് ഓയിൽ എടുക്കാം. പിന്നെ ഓയിലിൻ്റെ അളവ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തെന്ന് വെച്ചാൽ നിങ്ങളും അത്ര തന്നെ എടുക്കണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സവാള വഴറ്റിയെടുക്കാൻ ആവശ്യമായ ഓയിൽ മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് ഈ കടുകൊന്ന് പൊട്ടിച്ചെടുക്കേണ്ടതുണ്ട്. കടുക് ഇട്ട് കൊടുത്ത പാടെ തന്നെ മുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുക് മുഴുവനായും പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കടുക് മുഴുവനായും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവിടെ സവാളയ്ക്ക് ഏകദേശം നന്നായി തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടാതെ ആവശ്യത്തിനുള്ള ഉപ്പും ബാക്കിയുള്ള മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതായത് ഈ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇതാ ഇപ്പോൾ ഇവിടെ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി സവാള നന്നായി തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിക്കുക. ഇത് തിളച്ച് ഇതിൽ വെള്ളം അല്പം വലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത്
വീണ്ടും നന്നായി തന്നെ തിളപ്പിക്കുക. ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മിക്സ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വാട്ടർമെലോൺ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ക്യൂബ്സ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കതിലേക്ക് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഈ ഫ്രഷ് ക്രീം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ തണ്ണിമത്തൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുത്തിരുന്നു. നിങ്ങൾക്ക് അധികം സ്വീറ്റ് ഇഷ്ടമല്ലെങ്കിൽ ഷുഗർ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് നിങ്ങളുടെ ടേസ്റ്റ് അല്പം സ്വീറ്റ് ആൻഡ് സ്പൈസി ആണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നത്. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഈ കറി ഇഷ്ടമായില്ല. ഈ റെസിപ്പി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം ഒരു ഷെഫാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. റെസിപ്പി അടിപൊളിയൊക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ എനിക്ക് സ്വീറ്റ് ആയിട്ടുള്ള കറി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമാവാത്തത്. പക്ഷേ ഇതിൽ നിന്നും ഞാൻ പഠിച്ചത് എത്ര നല്ല റെസിപ്പി ആയിക്കോട്ടെ, വെറൈറ്റി ആയിക്കോട്ടെ, എക്സ്പെൻസീവ് ഓർ ചീപ്പ് എന്തും ആയിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം അത് ഒരിക്കലും മോശമല്ല. നല്ല വൃത്തിക്കുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നല്ലതാണ്. അതിനൊക്കെയും അതിൻ്റേതായ രുചിയുമുണ്ട്. എന്നാൽ ആ രുചി ആസ്വദിക്കുന്ന നമ്മുടെ ടേസ്റ്റിലാണ് വൈവിധ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരേ ഭക്ഷണം ചിലർക്ക് ഇഷ്ടാവുന്നു, ചിലർക്ക് ഇഷ്ടാവുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് വിവിധ നാടുകൾക്കനുസരിച്ച് ഭക്ഷണത്തിൽ വൈവിധ്യമുള്ളത്. ഇനി ഒരേ നാട്ടിലാണെങ്കിൽ പോലും ഒരേ വീട്ടിൽ പോലും വ്യക്തിപരമായി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വൈവിധ്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.